സുരേഷ് ഗോപി നല്ലൊരു നടനാണ്. ഇപ്പോഴിതാ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ശോഭിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം സുരേഷ് ഗോപി എന്ന കേന്ദ്ര മന്ത്രി. അദ്ദേഹത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ കാലയളവിൽ മന്ത്രി പദവിയിൽ ഏറ്റെടുത്തിട്ട് ഒരു ആഴ്ച കഴിയുന്നതല്ലേ ഉള്ളൂ. ആ സമയത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രകടനവും വിലയിരുത്തിക്കൊണ്ട് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് എന്ന ഒരു എത്തിനോട്ടം. നമുക്കറിയാം, ശ്രീ സുരേഷ് ഗോപി നല്ല ഡയലോഗ് കാച്ചുന്ന ഒരാളാണ്. വളരെ ആകർഷകമായ പഞ്ച് ഡയലോഗുകൾ. അത് റിയൽ ലൈഫിൽ നിന്നും കടമെടുത്തതാണ് പലപ്പോഴും. പക്ഷെ റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫ് എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. കാരണം രാഷ്ട്രീയത്തിൽ ഒരുപാട് ചതിക്കുഴികൾ അടങ്ങിയിട്ടുണ്ട്. പത്രലേഖകരുടെ ചോദ്യങ്ങൾ കൂരമ്പുകൾ പോലെ വരും. പലപ്പോഴും മുനവെച്ച ചോദ്യങ്ങൾ, പല അർത്ഥങ്ങളുള്ള, നാനാർത്ഥങ്ങളുള്ള പ്രയോഗങ്ങൾ, ഇതെല്ലാം വരും. അതിനോട് വളരെ ക്രിയാത്മകമായി സമചിത്തതയോടുകൂടി പ്രതികരിക്കാനുള്ള ഒരു വിവേകവും പക്വതയും സുരേഷ് ഗോപിക്ക് ഉണ്ടാവട്ടെ എന്ന് ആദ്യമേ ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. സുരേഷ് ഗോപിക്ക് ലഭിച്ച മന്ത്രാലയങ്ങൾ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം, അതോടൊപ്പം തന്നെ ടൂറിസം മന്ത്രാലയം. ഈ രണ്ട് മന്ത്രാലയങ്ങളുടെയും സഹമന്ത്രി പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. ഈ സഹമന്ത്രി പദവെന്ന് പറയുന്നത് സ്വതന്ത്ര ചുമതലയല്ല എന്നോർക്കണം. പെട്രോളിയത്തിന് ഒരു മന്ത്രിയുണ്ട്, ഹർദീപ് സിംഗ് പുരി. അദ്ദേഹത്തിന് പെട്രോളിയത്തിന്റെ ചുമതലയുണ്ട്. പ്രകൃതിവാതകം പെട്രോളിയം മന്ത്രാലയത്തിൽ 3ാം തവണ അദ്ദേഹം മന്ത്രിയായി, ക്യാബിനറ്റ് മന്ത്രിയായി. അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ്. നരേന്ദ്രമോദിയുടെ മറ്റൊരു വിശ്വസ്തൻ തന്നെയാണ് തീർച്ചയായും സുരേഷ് ഗോപിയും. അപ്പോൾ അദ്ദേഹവുമായി ഇടപെട്ട് പോകണം, അദ്ദേഹവുമായി സ്വരച്ചേർച്ചയിൽ പോകാൻ കഴിയണം. തന്റെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ട്. സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഇത് നടപ്പാകണമെങ്കിൽ ആ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വേണ്ട ചർച്ചകൾ ഉണ്ടാവണം. തന്റെ ക്യാബിനറ്റ് മന്ത്രി, തന്റെ സീനിയറാണ് ക്യാബിനറ്റ് മന്ത്രി, അദ്ദേഹത്തിന്റെ ഇച്ഛ നോക്കണം. ക്യാബിനറ്റിന്റെ മൊത്തം തീരുമാനം പ്രധാനമന്ത്രി, ക്യാബിനറ്റിന്റെ നായകനായ പ്രധാനമന്ത്രിയുടെ ഹിതം, ഇതെല്ലാം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാനാവൂ. അല്ലാതെ സിനിമയിൽ കാണുന്ന പോലെ ഏകപക്ഷീയമായ കുറെ പ്രസ്താവനകളിലൂടെ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞത് ചെയ്തെടുക്കാനാവില്ല. ഒരുപാട് ചർച്ചകളും കോർഡിനേഷനും വേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പെട്രോളിയം മന്ത്രാലയം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി 1-2 പ്രസ്താവനകൾ നടത്തി. കൊല്ലത്ത്, അദ്ദേഹം കൊല്ലംകാരൻ, കൊല്ലം ജില്ലക്കാരൻ കൂടിയാണല്ലോ. കൊല്ലത്തിന്റെ തീരപ്രദേശത്തെ എണ്ണ പ്രകൃതിവാതക ഖനനത്തിനുള്ള സാധ്യതകളെ കുറിച്ച് അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞു. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം ജനങ്ങളുമായി നേരിട്ട് അധികം ഇടപാടൊന്നും സാധ്യമല്ലാത്ത ഒരു മന്ത്രാലയമാണ്. പക്ഷെ അതുപോലൊരു മന്ത്രാലയത്തിൽ സുരേഷ് ഗോപിയെ നിയമിക്കുമ്പോൾ തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിലെ BJPയുടെ അടിത്തറ സുരേഷ് ഗോപിയിലൂടെ പാകി എടുക്കുക എന്ന ഡയറക്റ്റ് ഉദ്ദേശം നടക്കില്ല. ഇതൊരു കുറച്ചുകൂടി ഒരു ദേശീയ പാൻ ഇന്ത്യ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. എണ്ണ പ്രകൃതിവാതക ഗവേഷണ ONGC ചുമതലയെല്ലാം അതിനകത്ത് വരും. അതുകൊണ്ട് അവിടെ സുരേഷ് ഗോപിക്ക് ഒരു സാങ്കേതികമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ മാത്രമേ പറ്റൂ. അത് ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട് ഒരു പക്ഷേ എണ്ണ പര്യവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ തീരമേഖലയിൽ ഉണ്ടായാൽ നമുക്ക് ഏറെ മലയാളികൾക്ക് ജോലി സാധ്യതയുണ്ട് എന്നൊരു കാര്യമുണ്ട്. അതിലൊക്കെ ഒരു രാസത്വരകമായി പ്രവർത്തിക്കാൻ ശ്രീ സുരേഷ് ഗോപിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം. എന്നാൽ മറ്റേ മന്ത്രാലയം അത് ടൂറിസം മന്ത്രാലയമാണ്. അപ്പൊ വിനോദസഞ്ചാരം, ടൂറിസം, ഈ മേഖലയിലെ കേരളത്തിന് അനന്തമായ സാധ്യതകളാണുള്ളത്. അതേക്കുറിച്ച് ഏറെ വാചാലനാകുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വാചാലനാകുന്ന സുരേഷ് ഗോപിയെ കണ്ടു. അദ്ദേഹം ഒരു കലാകാരനാണ്. അതുകൊണ്ട് സ്വാഭാവികമായി കൾച്ചർ ടൂറിസം, സാംസ്കാരിക ടൂറിസം, ടൂറിസത്തിന് ഒരു പ്രകൃതിയുടെ മുഖമുണ്ട്, ടൂറിസത്തിന് ഒരു ചരിത്രത്തിന്റെ മുഖമുണ്ട്, ടൂറിസത്തിന് ഒരു സംസ്കാരത്തിന്റെ മുഖവുമുണ്ട്. അപ്പൊ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ, കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ മാത്രം മന്ത്രിയല്ല സുരേഷ് ഗോപി എന്ന് ഓർക്കണം. കേരളത്തിന് മാത്രമായുള്ള കലാരൂപങ്ങളെ ഇന്ത്യക്ക് പരിചയപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി കഴിയും. കേരളത്തിന്റെ കഥകളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മോഹിനിയാട്ടം ഉൾപ്പെടെ കാര്യങ്ങൾ ഇന്ത്യ തലത്തിൽ, പാൻ ഇന്ത്യ തലത്തിൽ ഷോക്കേസ് ചെയ്യാൻ, ടൂറിസത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ഈ കൾച്ചർ ടൂറിസത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനെ കുറിച്ച് സുരേഷ് ഗോപി ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ടൂറിസം മന്ത്രി എന്ന നിലയിൽ നമ്മുടെ ഇവിടെ ഒരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്ന ഒരു ആരോഗ്യപരമായ ടൂറിസം കൾച്ചർ അത് വികസിപ്പിക്കുന്നതിന്
നല്ലൊരു പ്രതിച്ഛായുള്ള, എല്ലാവരെയും അടുത്തറിയാവുന്ന, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്നതിന് കേരളത്തിൽ ഒരു ആമുഖം ആവശ്യമില്ല, അത്രയും പരിചിതനായ, ഏവർക്കും പരിചിതനായ സുരേഷ് ഗോപി ടൂറിസത്തിന് ചുമതലയുള്ള കേന്ദ്രമന്ത്രിയായി വരുമ്പോൾ, സഹമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയായി വരുമ്പോൾ തീർച്ചയായും കേരളത്തിന്റെ ജനത അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ കാത് കൊടുക്കും. അത് മാത്രമല്ല, കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യപരമായ ഒരു ടൂറിസം സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു അംബാസിഡർ, ഒരു ബ്രാൻഡ് അംബാസിഡർ, കേരളത്തിന്റെ കൂടി, കേരള ടൂറിസത്തിന്റെ കൂടി ഒരു ബ്രാൻഡ് അംബാസിഡറായി അനൗപചാരികമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിന് ഒരു സീനിയർ ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രി സഭയിലെ ക്യാബിനറ്റ് റാങ്കുള്ള ഷെഖാവത്ത് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയാണ്. അദ്ദേഹത്തോട് ആലോചിച്ചതിന് ശേഷം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി ആലോചിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിലും രാജ്യവ്യാപകമായി നടത്തിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി സുരേഷ് ഗോപി എത്രത്തോളം ശോഭിക്കാൻ സാധ്യതയുണ്ട്, അദ്ദേഹം പൊസിഷൻ ചെയ്തതും പറഞ്ഞു വെച്ചതും ആയിരിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു 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 പ്രൊജക്ഷൻ നടത്താൻ കൂടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇലക്ഷന് മുൻപ് തട്ടിവിട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ കേരളത്തിന്റെ മാത്രം മന്ത്രിയായിരിക്കില്ല, ഞാൻ തമിഴ്നാടിന്റെ കാര്യങ്ങൾ കൂടി എനിക്ക് നോക്കേണ്ടതുണ്ട്, അതൊന്ന്. രണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും കൂടി ആകെ താമര വിരിഞ്ഞത് ഒരിടത്ത് മാത്രമാണ്, തൃശ്ശൂരിൽ മാത്രമാണ്. തൃശ്ശൂരിൽ തന്നെ അദ്ദേഹം 3-ാം തവണയാണ് ജയിക്കുന്നത്. 1-ാം തവണ ലോക്സഭയിൽ പരാജയപ്പെട്ടു, 2-ാം തവണ നിയമസഭയിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ 3-ാം അറ്റംപ്റ്റിൽ അദ്ദേഹം വിജയത്തിന്റെ സോപാനത്തിൽ കയറി 74,000 വോട്ടിന് അദ്ദേഹം കെ മുരളീധരനെയും അതുപോലെ സുനിൽ കുമാറിനെയും മലർത്തിയടിച്ചുകൊണ്ട് അദ്ദേഹം വിജയിച്ചു വന്നു. താമര അവിടെ ലോക്സഭയിൽ വിരിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് താമര വിരിയാൻ ഇപ്രാവശ്യം സാധിച്ചില്ല. അതുകൊണ്ട് കേരളത്തിലും തമിഴ്നാടിനും കൂടിയുള്ള ഏക മന്ത്രി, ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗങ്ങളിൽ നിന്നുള്ള മന്ത്രി ഇദ്ദേഹം മാത്രമാണ്. നമുക്കൊരു മന്ത്രിയുണ്ട്, അദ്ദേഹം രാജ്യസഭയിലും ലോക്സഭയിലും അല്ലാത്ത ഒരു മന്ത്രി കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ രാജ്യസഭയിൽ എത്തേണ്ടതുണ്ട്. പക്ഷെ ലോക്സഭയിലെ പ്രാതിനിധ്യം സുരേഷ് ഗോപിക്ക് മാത്രമാണ്. അത് എത്രത്തോളം തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും മന്ത്രിയായി അദ്ദേഹം അംഗീകരിക്കപ്പെടും, BJPയുടെ സ്കീം ഓഫ് തിങ്സിൽ, മോദിയുടെ സ്കീം ഓഫ് തിങ്സിൽ അദ്ദേഹത്തിന് ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന സ്ഥാനം, പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം കൊടുക്കുമോ എന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. കൊടുക്കട്ടെ എന്നതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. അത് കേരളത്തിന് നന്മ വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വടമായിരിക്കും, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഭരണപരമായ പല കാര്യങ്ങൾ, കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞാൻ വലിച്ചു കൊണ്ടുവരും, വടമായി നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും വലിച്ചു കൊണ്ടുവരും. അതിനായി 10 മന്ത്രാലയങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു പവർ എനിക്ക് തന്നാൽ മതി. എനിക്ക് മന്ത്രിസ്ഥാനത്തേക്കാൾ പ്രധാനം എനിക്ക് പവറാണ്, അധികാരമാണ്, അല്ലെങ്കിൽ സ്വാധീനമാണ്. ഒരു 10 മന്ത്രാലയത്തിനെങ്കിലും കേരളത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ 10 വ്യത്യസ്തമായ മന്ത്രാലയങ്ങളുടെ ഒരു ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം, പോസിറ്റീവായി ഇടപെടാനുള്ള ഒരു ആർജവം, സ്വാതന്ത്ര്യം അതെനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ. അങ്ങനെയൊന്നും ലഭിച്ചതായി നമുക്കിപ്പോ സൂചനയില്ല. അദ്ദേഹത്തിന് അനുവദനീയമായ പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയവും ടൂറിസം മന്ത്രാലയവും എന്നതിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. അവിടെ അദ്ദേഹത്തിന് എത്രത്തോളം പ്രവർത്തിക്കാനാവും എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ചിന്ത. ഇനി ഒറ്റ ആകാംക്ഷ കൂടി, സുരേഷ് ഗോപി പലപ്പോഴും ഈ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം 2 വാക്ക് സംസാരിക്കും, 2 വാക്ക് തട്ടിമൂളും. അത് പ്രാസമൊപ്പിച്ച് പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പറയുന്നത് പോലെയോ, പ്രധാനപ്പെട്ട ഔപചാരിക സ്ഥാനങ്ങൾ ഇല്ലാത്ത ഒരാൾ പറയുന്നത് പോലെയോ അല്ല. മന്ത്രിസ്ഥാനത്തിരുന്ന ഒരാൾ ക്യാമറ കണ്ണിന് മുമ്പിൽ ലൈവായി ഒരു കാര്യം പത്രക്കാരോടും മാധ്യമങ്ങളോടും TV-കാരോടും പറയുമ്പോൾ 100 വട്ടം ആലോചിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വലിയ തോതിലുള്ള ഗീർവാണങ്ങളും വലിയ തോതിലുള്ള ഡയലോഗുകളും നാടകീയമായ പ്രഖ്യാപനങ്ങളും ഒക്കെ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ വിനയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഗൃഹപാഠം ചെയ്തുകൊണ്ട് വേണം ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടാൻ എന്നതാണ് ഓരോ മലയാളിയുടെ ആഗ്രഹം. കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ശോഭിക്കണമെന്നാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. അത് BJPക്കാർ മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ. സ്വാഭാവികമായി നമ്മൾ അവർക്കെല്ലാം, എല്ലാ മലയാളികളും അവർക്ക് എല്ലാ ആശംസകളും നേരും, അക്കൂട്ടത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് 5 വർഷം ഗവൺമെന്റ് തുടർന്നാൽ 5 വർഷവും ഭരണത്തിലിരിക്കാൻ, മന്ത്രി പദവിയിൽ ഇരിക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് നാക്ക് പിഴയായി ഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കേരളത്തിന്റെ പ്രതീക്ഷകൾ, ഇന്ത്യയുടെ
ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രി കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീറോടെ വാദിക്കും. അത് നേടിയെടുക്കാൻ സാധിക്കും. എയിംസ് പോലെയുള്ള കാര്യങ്ങളിൽ അത് അദ്ദേഹം സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞു. എയിംസ് എവിടെയാണ്? കോഴിക്കോട് വേണമെന്ന് MK രാഘവൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് MP ആണ്. അവിടെയാണോ വരുന്നത് അതോ എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സുരേഷ് ഗോപി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ പരിഗണനാ വിഷയമായി ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തനത്തിൽ, വാക്കുകളിൽ കാണാം. അതുകൊണ്ട് അങ്ങനെ ഏറെ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ സുരേഷ് ഗോപി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.